ജോബെ പഠിക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിലേക്ക് പോയി. എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജിയാണ്. എങ്ങനെയാണ് ഈ സംഗീതമൊക്കെ മാറ്റി വെച്ചിട്ട് ഈ പറഞ്ഞ എഞ്ചിനീയറിംഗിൽ? എനിക്ക് തോന്നുന്നു സാർ, എനിക്ക് ഏറ്റവും കൂടുതൽ അവിടെയാണ് മ്യൂസിക്കിന് സപ്പോർട്ടും ഒക്കെ കിട്ടിയിരുന്നത്. കോളേജ് ലെവൽ ക്യാമ്പസിൽ നല്ല സപ്പോർട്ട്. അതെ അതെ, ലെക്ചറേഴ്സും അവിടുന്ന് ഫെസ്റ്റിവൽസിന് പോവുകയും അങ്ങനെ. പിന്നെ അതല്ല, എനിക്ക് തോന്നുന്നു ഒരു മൾട്ടിലിംഗ്വൽ കൾച്ചറുള്ള കോളേജായിരുന്നു. പലയിടത്തുനിന്നും ഇന്ത്യയിലെ ഫുൾ ക്രൗഡ് എല്ലായിടത്തു നിന്നും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒത്തിരി പാട്ടുകൾ, പുതിയ ജോണേഴ്സ് കേൾക്കാനും, അതായത് എനിക്കൊന്ന് കൂടുതൽ കേൾവി കൂടിയ ഒരു സമയം അതായിരിക്കണം തോന്നുന്നു. എല്ലാ ടൈപ്പ് മ്യൂസിക്കിനോടും നമുക്കൊരു താല്പര്യം ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് അവിടെ നിന്നാണ് കിട്ടിയത്. സാർമാർ പറഞ്ഞ കണക്ക് ഇൻറ്റേർണൽസൊക്കെ എനിക്ക് അത്യാവശ്യം മാനേജ് ചെയ്ത് തരുമായിരുന്നു. ഒരു പാട്ടിന് നമ്മൾ അവരെ മേടിക്കാൻ പറ്റിയിരുന്നു. അങ്ങനെയല്ല, എല്ലാവരും നല്ല പ്രോത്സാഹനമായിരുന്നുള്ളതാണ്. സോ എനിക്ക് തോന്നുന്നു ആ എൻജിനീയറിംഗ് ഗ്രാജുവേഷൻ ടൈം തന്നെയാണ് പാരലലി നമ്മൾ മ്യൂസിക്കിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. എപ്പോഴാണ് റിയാലിറ്റി ഷോയുടെ തട്ടകത്തിലേക്ക് വന്ന് പ്രവേശിക്കുന്നത്? 2006 എഞ്ചിനീയറിംഗ് ഞാൻ 2005 തീർത്തത്. 6 ഗ്രീൻ ഹാർട്ട് എന്ന് പറഞ്ഞൊരു ബാൻഡിൽ പാടുന്നൊരു സമയമായിരുന്നു, മുരുകൻ ചേട്ടൻ്റെ കൂടെ. അപ്പോൾ ആ സമയത്ത് വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടനാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോ ഉണ്ട്, നീ പോയി അപ്ലൈ ചെയ്യൂ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഈ കോമ്പറ്റീഷന് പോയി ശരിയാവില്ലോ, നമ്മൾക്ക് അത്രയൊന്നും, ഞാൻ ഭയങ്കര വലിഞ്ഞ് നിൽക്കണം, അപ്പോൾ പറ്റില്ല, നീ എന്തായാലും പോകണമെന്ന് പറഞ്ഞ് പുള്ളിയുടെ ഒരു സജി എന്ന് പറഞ്ഞ ചേട്ടനാണ് എന്നെ നിർബന്ധിച്ച് വിട്ടത്. അപ്പോൾ ഞാനിവരെയൊക്കെ കാണാൻ, ദീപക് സാറ്, ബാലഭാസ്കർ, ബാലുചേട്ടൻ, പിന്നെ അൽഫോൺസ് ചേട്ടൻ, ഇവരെയൊക്കെ, സ്റ്റീഫൻ ചേട്ടൻ, ഇവരെയൊക്കെ കാണാനൊരു താല്പര്യത്തോടു കൂടി പോയതാണ്. ഒരു CD ഒക്കെ കൊടുത്തിട്ട് ഒരു സലാമൊക്കെ പറഞ്ഞിട്ട് വരാമെന്നുള്ള രീതിയിൽ പോയതാണ്. പിന്നെ ദൈവാനുഗ്രഹിച്ച് 2ാം സ്ഥാനം വരെ. പഴയ ജോബിനെ നമുക്കൊന്ന് കണ്ടെത്താൻ പറ്റുമോ? കാണാൻ കണ്ട Lose control. One more time. Lose control. I'm a rebel. Lose control. അയ്യോ, ഇതൊക്കെ പെട്ടെന്ന് കണ്ടിട്ടേ. ജോബെ, ആ ഡാൻസിന്റെ സ്റ്റെപ്പ് എന്തായിരുന്നു? എന്തായിരുന്നു അത് ഡാൻസ്? അതൊക്കെ എന്തൊക്കെയോ ആണ് സാർ. ജോബേട്ടൻ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന കാണാൻ ഒരു എന്താ പറയുക, വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. പാടുന്നതിനെക്കാട്ടും, അങ്ങനെയല്ല, പാട്ട് ഭയങ്കര ഇംപ്രസീവാണ്, പക്ഷെ എന്നാലും അതിനെക്കാട്ടും ഒരു പടി പെർഫോമൻസിന്. അല്ല, ഞാൻ ചോദിച്ചിട്ട് ആ പ്രായത്തിൽ ഇങ്ങനെയാണ് ജോബ് കളിച്ചെങ്കിൽ ഇപ്പം എന്തായിരിക്കും? ഇപ്പോൾ ഒരു സ്റ്റേജ് കിട്ടിയാൽ എന്തായിരിക്കും? തകർത്തരിപ്പണമാക്കില്ലേ? ഈ നാണം കുടുങ്ങിയ ജോബ് ഒരുപക്ഷെ സ്റ്റേജിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ വേറൊരാളായിട്ട് രൂപാന്തരം പ്രാപിക്കുകയാണോ? ശരിക്കും എന്താ ജോബെ സംഭവിക്കണേ? എവിടെയോ എന്തോ ഒരു അല്ല, ഇപ്പോൾ മ്യൂസീഷ്യൻസ് ആയാലും അവരുടെ ഒരു വൈബ്, ഇപ്പോൾ സ്റ്റീഫൻ ചേട്ടനെ പോലുള്ള ഒരു വ്യക്തി സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്കൊരു എനർജി, അത് അങ്ങനെയാണ് സാർ. എനിക്ക് സ്റ്റേജിൽ ഇപ്പോൾ നമ്മുടെ മ്യൂസീഷ്യൻസുമായിട്ടുള്ള അവരുമായിട്ടുള്ളൊരു ടൈമാണ് ഞാൻ എൻജോയ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് മ്യൂച്വൽ ആണെങ്കിൽ ഐ ഹാവ് എ ഗുഡ് ടൈം ഓൺ സ്റ്റേജ്. അതാണ് എന്താണെന്ന് അറിയില്ല സാർ. അത് എന്തൊക്കെയോ ഇപ്പം കണ്ടപ്പോൾ എന്ത് തോന്നി? അയ്യോ, ഇതൊക്കെ തപ്പിയെടുത്തില്ല, പെട്ടെന്നൊരു ചമ്മൽ. ആ സമയത്തൊരു പ്രോബബ്ലി ആ പാട്ടും ഒക്കെ ഒരു നന്നായി പോയിരുന്ന സമയമാണ് അത്.